Accounting for Partnership Basic Concepts. Question number 20. NCERT, page number 102. Exercise 3. Harshad and Dhiman are in partnership since April 1st, 2006. അപ്പോൾ 2006 തൊട്ടാണ് ഒരു പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുന്നത്. രണ്ട് പാർട്ട്നേഴ്സാണ് ഹർഷദ് ആൻഡ് ധീമാൻ. നോ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് വാസ് മെയ്ഡ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അവർ പാർട്ട്ണർഷിപ്പ് തുടങ്ങിയെങ്കിലും അവർ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ള റൂൾസാണ് ഈ സമയത്ത് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത്. അതായത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നോ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ഓർക്കേണ്ടത് റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡാണ്. They contributed rupees 4 lakh and rupees 1 lakh respectively as capital. അവരുടെ ക്യാപിറ്റൽ 4 lakhും 1 lakh ആണ്. In addition, Harshad advanced an amount of rupees 1 lakh to the firm on 1st October 2006. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതിന് പുറമെ ഹർഷദ് എന്ത് ചെയ്തിട്ടുണ്ട്? ഫേമിന് ലോൺ കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്വാൻസ്ഡ് എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ എന്താ വിളിക്കുക? പാർട്ട്നേഴ്സ് ലോൺ എന്നാണ് പറയുക. എത്രയാണ് ലോൺ കൊടുത്തിരിക്കുന്നത്? 1 lakh ആണ്. ഡ്യൂ ടു ലോങ് ഇൽനെസ് ഹർഷദ് കുഡ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ബിസിനസ് ആക്ടിവിറ്റീസ് ഫ്രം 1st August to 30th September. അപ്പോൾ അസുഖം മൂലം കുറച്ച് കാലത്തേക്ക് ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദ പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡ് 31st March 2006 എമൗണ്ടഡ് ടു rupees 1,80,000. ആ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്? 1,80,000 ആണ്. ഡിസ്പ്യൂട്ട് ഹാസ് അറൈസൺ ബിറ്റ്വീൻ ഹർഷദ് ആൻഡ് ധീമാൻ. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെ ചൊല്ലിയാണ് ഇവർ തമ്മിൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടായെന്ന് നോക്കി നോക്കാം. ഹർഷദ് ക്ലെയിംസ്. ഹർഷദ് എന്തൊക്കെയാണ് ക്ലെയിം ചെയ്തിരിക്കുന്നത്? ഫസ്റ്റ് വൺ, ഹീ ഷുഡ് ബി ഗിവൺ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ. ഹർഷദ് പറയുന്നത് എന്താ? ക്യാപിറ്റലിന് 10% ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. എന്തുകൊണ്ടായിരിക്കാം ഹർഷദ് അങ്ങനെ 10% ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് ആവശ്യപ്പെടുന്നത്? ആൾ കൊണ്ടുവന്നിരിക്കുന്ന ക്യാപിറ്റൽ എത്രയാണ്? 4 lakh ആണ്. ധീമാൻ എത്രയാണ്? 1 lakh ആണ്. ആൻഡ് ലോൺ ഉണ്ടെങ്കിൽ അതിനും 10% കൊടുത്തിരിക്കണം. പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ് ഹർഷദ് അവകാശപ്പെടുന്നത്? ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനിൽ. ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും റേഷ്യോ വരും? 4 lakhും 1 lakh അല്ലേ? അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്രയായിരിക്കും? 4:1. അപ്പോൾ ഇവിടെ ഹർഷദിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും ക്ലെയിം ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്നത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% ആയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ 10% ആയിരിക്കണം. പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യേണ്ടത് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനിലായിരിക്കണം. ഇനി ധീമാൻസിൻ്റെ ക്ലെയിം നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. ധീമാൻ പറഞ്ഞത് എന്താണ്? പ്രോഫിറ്റ് ഈക്വലി ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. സെക്കൻഡ് വൺ, ഹി ഷുഡ് ബി അലൗഡ് rupees 2,000 പെർ മന്ത് ആസ് റെമ്യൂണറേഷൻ ഫോർ ദ പീരീഡ് ഹി മാനേജ്ഡ് ദ ബിസിനസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഹർഷദ്. അതായത് ഹർഷദ് ഇൽനെസ് മൂലം ബിസിനസ്സിൽ കുറച്ച് നാളത്തേക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ധീമാന് റെമ്യൂണറേഷനായിട്ട് 2,000 പെർ മന്ത് കൊടുക്കണമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ ഷുഡ് ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം. ധീമാൻ പറയുന്നത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% കൊടുക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 6%. ഇങ്ങനെ 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ധീമാൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത്. കാരണം ധീമാൻ്റെ ക്യാപിറ്റൽ 1 lakh ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആൾക്ക് ലാഭം കിട്ടുന്നത്. അതുപോലെ തന്നെ റെമ്യൂണറേഷൻ കിട്ടണമെന്ന് പറയുന്നു. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 6% ആയിരിക്കണം. ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ 6% ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യു ആർ റിക്വയർഡ് ടു സെറ്റിൽ ദ ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഹർഷദ് ആൻഡ് ധീമാൻ. ഓൾസോ പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കങ്ങളെ സോൾവ് ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഏതായിരിക്കണം? റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആയിരിക്കണം. ഏതൊക്കെയാണ് റൂൾസ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി ആയിരിക്കണം. നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, നോ റെമ്യൂണറേഷൻ. ആൻഡ് ലാസ്റ്റ് വൺ, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ should be allowed at the rate of 6%.
അപ്പോൾ നമുക്ക് ഓരോരുത്തരും ക്ലെയിം എങ്ങനെയാണ് അവരുടെ ക്ലെയിം ശരിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് എഴുതാം. ആദ്യം ഹർഷദിൻ്റെ ക്ലെയിം എടുക്കാം. അപ്പോൾ ഹർഷദ് ക്ലെയിംസ് ഹെഡിങ് കൊടുക്കുക. ആളുടെ ആദ്യത്തെ ക്ലെയിം എന്താണ്? ഹി ഷുഡ് ബി ഗിവൺ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 10% പെർ ആനം ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ. അപ്പോൾ ആൾ പറയണത് ശരിയാണോ അല്ലെങ്കിൽ അത് അനുവദിച്ച് കൊടുക്കണോ എന്നുള്ളതാണ്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 10% ഇൻട്രസ്റ്റ് കൊടുക്കണോ കൊടുക്കണ്ടേ? ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻ ദ ഹിയർ ഹർഷദ് ക്ലെയിംസ് ആസ് റിഗാർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ്. അപ്പോൾ ആ ഒരു സെൻറ്റൻസാണ് എഴുതേണ്ടത്. ഇനി ലോണിലും 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഷുഡ് ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? ഹർഷദ് ക്ലെയിംസ് ആസ് റിഗാർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഷുഡ് ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം. അപ്പോൾ ഈ 2 സെൻറ്റൻസ് എഴുതാം. ഇനി ആളുടെ അടുത്ത ക്ലെയിം എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? ഈക്വൽ റേഷ്യോയിലായിരിക്കണം. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഹിയർ ഹർഷദ് ക്ലെയിംസ് ഇസ് ഓൾസോ നോട്ട് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഷുഡ് ബി ഷെയർഡ് ഈക്വലി. അപ്പോൾ ഇവിടെ ഹർഷദിൻ്റെ എല്ലാ ക്ലെയിമും ഇൻവാലിഡാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ധീമാൻ്റെ ക്ലെയിംസിനെ കുറിച്ച് നമുക്കിവിടെ പറയാം. ഫസ്റ്റ് വൺ, പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. അതെങ്ങനെയാണ്? ആ ക്ലെയിം എങ്ങനെയാണ്? വാലിഡാണ്. കാരണം എന്താ? ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. അപ്പോൾ എങ്ങനെ എഴുതാം? ധീമാൻസ് ക്ലെയിം ഈസ് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രോഫിറ്റ് ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. ഇനി സെക്കൻഡ് വൺ, ഹി ഷുഡ് ബി അലൗഡ് ₹2,000 പെർ മന്ത് ആസ് റെമ്യൂണറേഷൻ ഫോർ ദ പീരീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ക്ലെയിം എങ്ങനെയാണ്? അത് വാലിഡ് അല്ല. കാരണം എന്താ? പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എങ്ങനെ എഴുതാം? ഹിയർ ധീമാൻസ് ക്ലെയിം ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോ റെമ്യൂണറേഷൻ ഈസ് ടു ബി അലൗഡ്. ഇനി തേർഡ് വൺ നോക്കിയാക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ലോൺ ഷുഡ് ബി അലൗഡ് 6% പെർ ആനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്യാപിറ്റലിലും 6% ഇൻട്രസ്റ്റ് കൊടുക്കുക, ലോണിലും 6% ഇൻട്രസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ വരുന്നത്? നമുക്കറിയാം ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എങ്ങനെയായിരിക്കണം? 6% ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ ക്ലെയിം വാലിഡ് ആണ് നോക്കി നോക്കാം. ഇറ്റ് ഈസ് നോട്ട് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി അലൗഡ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ ലോണിൻ്റെ കാര്യം എഴുതാം. നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടെങ്കിൽ 6% കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധീമാൻസിൻ്റെ ക്ലെയിം എന്താണ്? വാലിഡ് ആണ്. അപ്പോൾ നമുക്ക് എഴുതാം ധീമാൻസ് ക്ലെയിം ആസ് റിഗാർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഈസ് വാലിഡ് ബിക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഷുഡ് ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% പെർ ആനം. അപ്പോൾ നമ്മളിവിടെ ഓരോരുത്തരുടെ ക്ലെയിമും ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നൊക്കെ നമ്മൾ കൃത്യമായി എഴുതി കഴിഞ്ഞു. ഇനി ഇതിലത്തെ ശരിയായ ക്ലെയിം വെച്ചുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല, നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് അതിൽ ഡാറ്റ എൻറ്റർ ചെയ്യാം. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം. എത്രയാണ് പ്രോഫിറ്റ്? 1,80,000. ഇനി ഏതൊക്കെയാണ് ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ടത്? സാധാരണ നമ്മൾ ഏതൊക്കെയാണ് എഴുതാറ്? ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പാർട്ട്നേഴ്സ് സാലറി, പാർട്ട്നേഴ്സ് കമ്മീഷൻ, ക്രെഡിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, നോ റെമ്യൂണറേഷൻ, നോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അപ്പോൾ അതുകൊണ്ട് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഈ ഐറ്റം ഒന്നും തന്നെ എഴുതേണ്ട കാര്യമില്ല. ആകെ കൂടി ഇവിടെ അലൗ ചെയ്യുന്നത് ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോണാണ്. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 6% ആണ്.
അപ്പോൾ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ ഇവിടെ ഒരു ഐറ്റമാണ് എഴുതേണ്ടത്. ഏതാണ്? ഇൻട്രസ്റ്റ് ഓൺ ഹർഷദ് ലോൺ. എത്ര പെർസെൻറ്റേജാണ്? 6%. അപ്പോൾ 6% എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഹർഷദ് എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? 1 lakh ആണ്. അത് എന്നാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്? October 1 അപ്പോൾ October 1 തൊട്ട് 31 March വരെ 6 months ആണ് വരുന്നത്. അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 6/12. അപ്പോൾ എത്ര കിട്ടും? 3000. അപ്പോൾ ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഏതൊക്കെ എൻ്റർ ചെയ്യാനുള്ളത്? ക്രെഡിറ്റ് സൈഡിൽ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് 1,80,000. ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഹർഷദ് ലോൺ 6 monthsലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുക 6% വെച്ച്. അതായത് 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 6/12. അപ്പോൾ എത്ര കിട്ടുന്നത്? 3000. എന്തുകൊണ്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും റെമ്യൂണറേഷനും ഇവിടെ എഴുതാണ്ടിരുന്നത്? ഇവിടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിവിടെ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ എത്രയായിരിക്കും കിട്ടുന്നത്? 1,77,000. ഇനി നമുക്കറിയാം ഈ പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യേണ്ടത്? ഇവിടെ ഹർഷദ് പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനിലാണെന്ന്, ധിമാൻ പറയുന്നു ഈക്വലി ആണെന്ന്. ഏതാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്? ഈക്വൽ റേഷ്യോ എന്നുള്ളതാണ്. കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ ഈക്വൽ റേഷ്യോയിലായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 പേർക്ക് ഈക്വൽ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഹർഷദ് 88,500, ധീമാൻ 88,500. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 21. Exercise 4. Agriti and Bindu entered into partnership for making garment on 1st April 2006 without any partnership agreement. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. They introduced capitals 5 lakh and rupees 3 lakh respectively on 1st October 2006. അപ്പോൾ ഇവിടെ April 1 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെങ്കിലും അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ്? 1st October. സോറി, ഇവിടെ ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ദേ ഇൻട്രൊഡ്യൂസ്ഡ് ക്യാപിറ്റൽ rupees 5 lakh ആൻഡ് rupees 3 lakh റെസ്പെക്റ്റീവ്ലി. അവിടെ കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. ഓൺ October 1, 2006, ആകൃതി അഡ്വാൻസ് rupees 20,000 ബൈ വേ ഓഫ് ലോൺ. അങ്ങനെയാണ് വായിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റീവ്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പാണ്. അപ്പോൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് April 1 അന്ന് തന്നെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. October 1 എന്താ നടന്നത്? ആകൃതി അഡ്വാൻസ് rupees 20,000 ബൈ വേ ഓഫ് ലോൺ ടു ദ ഫേം വിത്തൗട്ട് എനി എഗ്രിമെൻറ്റ് ആസ് ടു ഇൻട്രസ്റ്റ്. അവിടെ ആകൃതി എന്ന് പറഞ്ഞ പാർട്ട്ണർ ലോൺ കൊടുത്തിരിക്കുകയാണ്. പ്രോഫിറ്റ് അലോ സെക്കൻഡ് ഫോർ ദ ഇയർ എൻറ്റേർഡ് ഷോർട്ട് പ്രോഫിറ്റ് rupees 43,000. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 43,000 ആണ്. പാർട്ട്നേഴ്സ് കുഡ് നോട്ട് എഗ്രീഡ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ദ ബേസിസ് ഓഫ് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. ഇവിടെ പാർട്ട്നേഴ്സ് എഗ്രി ചെയ്തിട്ടുണ്ടായില്ല. ഇൻട്രസ്റ്റ് എങ്ങനെയാണ്, പ്രോഫിറ്റ് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യേണ്ടതിനെ കുറിച്ചൊന്നും എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നില്ല. എഗ്രിമെൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ എത്രയായിരിക്കണം കൊടുക്കേണ്ടത്? 6% ആയിരിക്കണം. പ്രോഫിറ്റ് എങ്ങനെയായിരിക്കണം ഡിവൈഡ് ചെയ്യേണ്ടത്? ഈക്വൽ റേഷ്യോയിലായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളോട് പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളോട് പറഞ്ഞിട്ട് ഗിവിങ് റീസൺ ഫോർ യുവർ സൊല്യൂഷൻ. നമ്മുടെ സൊല്യൂഷന് റീസണും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റീസൺ എഴുതാം. എന്താ റീസൺ എഴുതാം? അതായത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്ര പെർസെൻറ്റേജ് കൊടുക്കേണ്ടത്? 6%. കാരണം എന്താണ്? പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്തെഴുതണം? ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഷുഡ് ബി അലൗഡ് അറ്റ് ദ റേറ്റ് ഓഫ് 6% per annum. So here interest on partners loan is equal to 20,000 into 6/100 into 6/12. എന്തുകൊണ്ടാണ് 6/12 എടുത്തിരിക്കുന്നത്? 1st October അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര വരും? 600 ആയിരിക്കും കിട്ടുക. ഇനി രണ്ടാമത്തെ റീസൺ എഴുതണം. അതായത് ഹിയർ profit should be shared equally because in the absence of partnership deed profit should be shared equally. അതിനുശേഷമായിരിക്കണം അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരയ്ക്കാം.
ഇവിടെ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ചു. ആദ്യം എഴുതേണ്ടത് ഏതായിരിക്കണം? നെറ്റ് പ്രോഫിറ്റ് ആയിരിക്കണം. എത്രയാണ് നെറ്റ് പ്രോഫിറ്റ്? 43,000. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയാണ്? 6 മന്ത്സിലേക്ക് 600 ആണ്. ഇനി വേറെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ചോ റെമ്യൂണറേഷനെ കുറിച്ചോ ഒന്നും ഇവിടെ ക്ലെയിം ചെയ്തിട്ടില്ല. ക്ലെയിം ചെയ്താലും നമുക്കിവിടെ അലൗ ചെയ്യാൻ പറ്റില്ല, കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. 43,000 മൈനസ് 600 എത്രയാണ്? 42,400. ഇനി രണ്ട് പേർക്ക് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് റേഷ്യോയിലായിരിക്കണം? ഈക്വൽ റേഷ്യോയിലായിരിക്കണം, കാരണം പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഈക്വൽ റേഷ്യോ എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 1:1. അപ്പോൾ രണ്ടുപേരുടെയും ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? 21,200, 21,200. അപ്പോൾ ഇപ്പോൾ ചെയ്ത രണ്ട് പ്രോബ്ലം നന്നായി വായിച്ച് മനസ്സിലാക്കി ചെയ്യാം.